നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അതിപ്രധാനമായി ഈ പറയുന്ന കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കണ്ടുവരുന്നു. ഇവർക്ക് അതിസമ്പന്ന യോഗത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് പല വിധത്തിലും പണസംബന്ധമായിട്ടുള്ള ഗുണഫലങ്ങൾ വന്നു ചേരുന്നു. ഫലപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതം സമ്പന്നമാകാൻ പോകുന്നു. ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് നേട്ടങ്ങൾ ഒരുപിടി വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന പണസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബപരമായി വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ വന്നു ചേരും. സന്തോഷപൂർണമായ ജീവിതം കുടുംബത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽപരമായിട്ട് ഇവർക്ക് വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേർന്നുകൊണ്ട് തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു. തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയിൽ നിന്ന് ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം, അതുപോലെ തന്നെ താൽക്കാലിക തൊഴിലിൽ നിന്ന് വരുമാനം കുറഞ്ഞ തൊഴിലിൽ നിന്ന് വരുമാന വർധനമുള്ള പ്രൊമോഷനോടുകൂടിയും നല്ല നിലയിൽ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. വിവാഹത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് വിവാഹബന്ധത്തിന് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. വിവാഹ തടസ്സം മാറിക്കൊണ്ട് വിവാഹത്തിനുള്ള അനുകൂലമായ ഒരു യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും സന്താന സൗഭാഗ്യം, ദമ്പതികൾക്ക് വളരെ നാളുകളായ കുട്ടികളില്ലാതെ നിന്നിരുന്ന ആളുകൾക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള യോഗത്തിനുള്ള ആ ഭാഗ്യവും കാണുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ശാരീരിക അസ്വസ്ഥതകൾ മാറി ആരോഗ്യം പൂർണ്ണതോതിൽ അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി, ഉയർച്ച, വലിയ വരുമാനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. കച്ചവട വാണിജ്യ രംഗത്ത് ബിസിനസ് സംരംഭങ്ങളിലൊക്കെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ചെലുത്തുകയും അതിലൂടെ മനസ്സമാധാനമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദേശവാസത്തിന്, വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുകൂലമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മനസമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ദമ്പതികൾ തമ്മിലുള്ള വഴക്ക് ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അത്ഭുതപ്പെടുത്തുന്ന പല വാർത്തകളും അനുകൂലമായി കൊണ്ട് തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ സാമ്പത്തിക സ്രോതസ്സുകൾ, സാമ്പത്തിക പരാധീനതകൾ ഇതൊക്കെ മാറി വലിയ തോതിലുള്ള സമ്പത്ത് കുമിഞ്ഞുകൂടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരോഗ്യരംഗത്തും സാമ്പത്തിക പരമായിട്ടൊക്കെ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. മനസ്സിലിഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും ജീവിതത്തിലെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്, ചതയം നക്ഷത്രക്കാർക്ക് ലഭ്യമായി വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പുരുട്ടാതി നക്ഷത്രമാണ്. പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ജീവിത പങ്കാളിയിൽ നിന്നുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ലഭ്യമാകുന്നത്. പുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവസരങ്ങൾ ഒരുപാടാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. രാജകീയമായ പദവിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. സാമ്പത്തിക മുന്നേറ്റങ്ങൾ, അതിസമ്പന്ന യോഗത്തിലേക്ക് കുതിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് മികച്ച
അവസരങ്ങൾ വന്നു ചേരുന്ന സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ്. ഒട്ടേറെ ചെലവുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. വരുമാന വർധന ഉണ്ടാകുമെങ്കിലും ചെലവുകൾ അധികരിക്കാതെ നോക്കുക. അത് വളരെയധികം ദോഷങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. സ്ഥാനമാനങ്ങൾ, പദവികളൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. പല വിധത്തിലുള്ള ഉയർച്ചകളും ഉന്നതികളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. പല വിധത്തിലുള്ള തടസ്സങ്ങൾ, വിഘ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതങ്ങൾ, കടബാധ്യതകൾ, അതോടൊപ്പം തന്നെ ജോലിയില്ലാത്ത സാഹചര്യങ്ങൾ ഇത്യാദി കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. രാജകീയ പ്രൗഢിയോടുകൂടി ജീവിതത്തിൽ വലിയ സമ്പന്നതയോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ക്രയവിക്രയം വഴി വലിയ നേട്ടങ്ങളുണ്ടാകുന്നു, പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള അവസരങ്ങൾ, അതിനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. ഭാഗ്യം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വരുമാനം, സാമ്പത്തിക സ്രോതസ്സുകൾ ഇതൊക്കെ പല വിധത്തിലാണ് ഇവർക്ക് വരുമാന വർധനവ് വന്നു ചേരുന്നത്. മികച്ച മുന്നേറ്റങ്ങളിലൂടെ, മികച്ച ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അവസരങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു അനുഭവിച്ച് കിട്ടുന്ന സമയമാണ്. അനാവശ്യമായ ഭീതിയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള പ്രാർത്ഥനകൾ, വഴിപാടുകളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. മാനസിക സമ്മർദ്ദമില്ലാതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്വപ്നങ്ങളൊക്കെ പോണിയുന്ന, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന സമയമാണ്. സന്താന സൗഭാഗ്യം വന്നു ചേരുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഉയർച്ച, അവരുടെ ജോലി, ആരോഗ്യം ഇത്യാദി കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ, ഉയർച്ചകൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്ന, അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും. കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. ബന്ധുജനങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനമൊക്കെ വലിയ തോതിൽ തന്നെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള അവസരങ്ങൾ, അതിനുള്ള വഴികൾ തുറന്നിടുന്ന സമയമാണ്. അവിടെ പ്രാർത്ഥനകൾക്ക്, വഴിപാടുകൾക്ക്, അവിടെ സൽക്കർമ്മങ്ങൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന സമയമാണ്. അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ വന്നു ചേരുന്നു. അനാവശ്യമായ വാക്കുതർക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഭൂമി സ്വന്തമാക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങളും യോഗവും കാണുന്ന സമയമാണ്. മക്കൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. അനുകൂലമായ ഫലങ്ങൾ, ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം. ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ ഒന്നിനു പുറകെയായി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദൂരദേശവാസത്തിനും വിദേശവാസത്തിനുമുള്ള യോഗം വന്നു ചേരുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ പച്ച പിടിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. പ്രതീക്ഷിക്കാതെ ഒട്ടനവധി വരുമാന മാർഗങ്ങൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ വളരെയധികം ഉയർച്ചകൾ വന്നു ചേരുന്നു. രോഗദുരിതങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അതിനുള്ള മാറ്റം വരികയും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചികിത്സ ഫലിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഗുണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.